ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അജയ് എന്ന് പറയുന്ന ജഗത്താനെ കയ്യോടെ പാടെ അങ്ങ് തള്ളിക്കളഞ്ഞു നമ്മുടെ അപർണ. കാരണം ഇയാളെ കൊണ്ട് ഒരു ഗുണമില്ല എന്നുള്ളത് അപർണയ്ക്ക് മനസ്സിലായി. അപ്പോൾ 25 കോടി രൂപ കൊടുത്ത് ഇതാക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ അജയ്യെ കൈ ഒഴിഞ്ഞ് ഇങ്ങനെ നിന്ന് വലിയ ആൾ കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടാണ് നമ്മുടെ അമൽ അങ്ങോട്ടേക്ക് വരുന്നത്. കയ്യും കൊട്ടി അങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അമൽ വരുന്നത്. അമലിന് ശരിക്കും ചിരിയാണ് വന്നത്. ഇപ്പം എങ്ങനെ ഇരിക്കുന്ന അജയേട്ടാന്ന് അമൽ ഈ അജയോട് ചോദിച്ചു. അജയ്ക്കാണ് ഒന്നും പറയാനില്ല. ഇപ്പോൾ കയ്യിലുണ്ടായിരുന്നത് പോവുകയും ചെയ്തു, എടുക്കാനിരുന്നത് കിട്ടിയതുമില്ല അല്ലേ. ഇവള് നിങ്ങളെ ചതിക്കുമെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞതല്ലായിരുന്നു നമ്മൾ ചോദിക്കാം. ഇവളെ വിശ്വനാഥൻ തമ്പി എന്ന് പറയുന്നവളുടെ മകളാണ്. ആ അവളിൽ നിന്ന് ഇത്രയും ക്വാളിറ്റിയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അച്ഛനാണെങ്കിൽ ഭൂലോക കള്ളൻ. അപ്പം പിന്നെ മകള് എത്രത്തോളം നന്നാകും എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അമൽ ഇങ്ങനെ അജയെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഇത് കേട്ടപ്പോഴത്തേക്ക് അപർണയ്ക്ക് ദേഷ്യം വന്നു. എടാ, നിന്നെ ഞാൻ ചുമ്മാ മിണ്ടാതിരിക്കടി, നാണം ഉണ്ടോടി നിനക്കെന്ന് ചോദിച്ചു. പാലം കടക്കുന്നിടം വരെ നാരായണ, അത് കഴിഞ്ഞപ്പോൾ കൂരായണ, അതല്ലേടി നീ കാണിച്ചതെന്ന് ചോദിച്ചു. ഞാൻ ആരോടും നീതികേട് കാണിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചതിൽ എന്താ തെറ്റ്? ഞങ്ങൾക്ക് വേണ്ടി എന്താണ് അജയ് ചെയ്തത്? ആ കേസിൽ സാക്ഷികൾ കാലുമാറുകയും അതുപോലെ രാധാമണി വാരസ്യാർ ചെന്ന് ജഡ്ജിയോട് മൊഴി മാറ്റി പറയുകയും അവർക്ക് പരാതിയൊന്നും ഇല്ല എന്ന് പറയുകയും ചെയ്തത് കൊണ്ടല്ലേ ഈ കേസ് ഇല്ലാണ്ടായി പോയെന്ന് ചോദിച്ചു. അപ്പോഴും മറ്റുള്ളവരുടെ ഔദാര്യം പറ്റിയാണ് അച്ഛനും മോളും നിൽക്കുന്നതെന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറഞ്ഞു ഇങ്ങനെ പറയാം. അപ്പോൾ അമൽ പറയുന്നതൊക്കെ കേട്ടിട്ട് അപർണയ്ക്ക് ഭയങ്കര കലി. അപർണ എന്നിട്ട് തുള്ളിച്ചാടി റൂമിലേക്ക് പോയ അപർണ കലിപ്പിലാണെന്നുള്ള കാര്യം മനസ്സിലായി അമലിന്. ഇത് കഴിഞ്ഞപ്പോൾ അമൽ നേരെ അജയുടെ അടുത്ത് വന്നു. നിങ്ങൾക്ക് നാണമില്ലേന്ന് ചോദിച്ചു. എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷയാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതെന്നും ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനം ഇല്ലെന്നൊക്കെ നമ്മുടെ അമൽ ഇങ്ങനെ പറയും. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അജയ് ആകെ ചൂളി നിൽക്കുക കേട്ടോ. എന്നാലും അപർണ എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ലെന്ന് പറയുമ്പം ഇതേ ചതി തന്നെയാണ് അവൾ എല്ലാവരോടും കാണിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇന്ന് നിങ്ങൾ ഈ ചെയ്തു കൂട്ടിയതിനെല്ലാം നാളെ നിങ്ങൾ പശ്ചാത്തപിക്കുന്ന ഒരു സമയം വരുമെന്നും അഭിയേട്ടനോട് നിങ്ങൾ ചെയ്ത ക്രൂരതയ്ക്കുള്ള തിരിച്ചടിയാണ് നിങ്ങൾക്കിപ്പോൾ അപർണയുടെ രൂപത്തിൽ കിട്ടിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമൽ അവനെ അവിടെ ഇട്ട് ശരിക്കും കുടഞ്ഞു. അപ്പോൾ ഇനി നിരഞ്ജനയടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട എന്ന് തറപ്പിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമൽ അവിടെ നിന്ന് അങ്ങ് പോയി. അജയ് ആണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുവാണ്. ഉണ്ടായിരുന്ന ജീവിതവും പോയി, കാശും പോയി, എല്ലാം പോയി, ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞിട്ട് അമൽ നേരെ റൂമിലേക്ക് ചെന്നു. അപർണ ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ നിൽക്കുക കേട്ടോ. എന്നാലും നിൻ്റെ തൻ്റെ ഇടം ഞാൻ സമ്മതിച്ചടി അപർണയെന്ന് അമൽ പറഞ്ഞു. എന്താടാ? അല്ല, ഒരുത്തന് കാശ് കൊടുക്കാവെന്നും പറഞ്ഞ് അവനെ കൂടെ നിർത്തി ഇത്രയും ദിവസം കൊണ്ട് നടന്നിട്ട് കാര്യം കഴിഞ്ഞപ്പോൾ അവനെ നീ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആരെയും കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ടില്ല. അജയ് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ മിടുക്ക് കൊണ്ടാണ് ഈ കേസ് ഒഴിവായി പോയതെന്ന് അപർണ പറയുമ്പം അതെ അച്ഛൻ്റെ മിടുക്ക് അതാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമൽ എന്നിട്ട് അപർണയോട് പറഞ്ഞു. നീ നിൻ്റെ അച്ഛന് വേണ്ടി ഘോരഘോര പ്രസംഗിക്കുന്നുണ്ടല്ലോ എല്ലാവരോടും. തമ്പിയുടെ മകളാണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. ഒരു ചോദ്യം ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ. ജാനകീർത്തി രാധാമണി വാരസ്യാരെ ഇവിടെ കൊണ്ടുവന്നത് തമ്പിക്കെതിരായിട്ടാണ്. തമ്പിയെ കേസിൽ പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ജാനകിയേടത്തിയുടെ ഉദ്ദേശവും. പക്ഷേ ഈ വന്ന രാധാമണി വാരസ്യാർ ജാനിയേടത്തിയെ പോലും ചതിച്ചുകൊണ്ട് എന്തിനു വേണ്ടി തമ്പിക്ക് വേണ്ടി മൊഴി കൊടുത്തു? തമ്പിയുടെ കൂടെ കൂടി തമ്പി നിരപരാധിയാണെന്ന് എന്തിനു വേണ്ടി ഈ രാധാമണി വാരസ്യാർ പറഞ്ഞു എന്ന് അമൽ ചോദിക്കുമ്പോൾ അപർണയ്ക്ക് അവിടെ തൊട്ട് സംശയം തുടങ്ങി. അവളുടെ മനസ്സിലേക്ക് സംശയത്തിൻ്റെ കണിക ഇട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു അമലിൻ്റെ ലക്ഷ്യം. അമൽ അത് പരിപൂർണമായി വിജയിക്കുകയും ചെയ്തു. അങ്ങനെ നീ അത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നീ ചെന്ന് ചോദിക്കും നിൻ്റെ അച്ഛനോട്, രാധാമണിയും നിൻ്റെ അച്ഛനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഒരു ബന്ധം ഇല്ല എങ്കിൽ, നിൻ്റെ അച്ഛനെ രാധാമണി വാരസ്യാർക്ക് അറിയുക പോലും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരിക്കലും താൻ ഒന്നും ഓർക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജിക്ക് മുന്നിൽ ആ മൊഴി അവർ കൊടുക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. പകരം ജാനിയേടത്തിയുടെ കൂടെ നിന്ന് നിൻ്റെ അച്ഛനെ ജയിലിലാക്കാനേ ശ്രമിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അപർണയ്ക്ക് ബുദ്ധി ഉദിച്ചു. അപർണ ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ, അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ടല്ലോ. അങ്ങനെ അച്ഛനെ ചോദ്യം ചെയ്യാൻ മകൾ തീരുമാനിക്കുകയാണ്. എന്തായാലും ഇവക്കിത് കൊണ്ടുവന്നുള്ളത് നമ്മുടെ അമലിന് മനസ്സിലായി. എന്നിട്ട് അമൽ ഇവിടെ നോക്കി ഒരു ചിരിയൊക്കെ അങ്ങ് ചിരിച്ചിട്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിരഞ്ജന അളകാപുരിയിലേക്ക് വരിക.
അപ്പോൾ നിരഞ്ജന കയറി വന്നപ്പോൾ അമ്മയോട്, അതായത് രാധാമണി അമ്മയോട് ഭയങ്കര ദേഷ്യത്തോടെയാണ് വരുന്നത്. തന്നെ ചതിച്ച, മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ അപമാനിച്ച, അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ത്രീയെ എന്നുള്ള രീതിയിൽ. അങ്ങനെ നിരഞ്ജന നേരെ വന്നു അമ്മയെ കാണുവാണ്. എങ്കിലും അമ്മ എന്നോട് ഈ കൊടും ചതി ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന കാര്യങ്ങൾ ഇങ്ങനെ നിരഞ്ജന അമ്മയോട് പറഞ്ഞു. അപ്പോൾ ആ രാധാമണി അമ്മ അമ്മയോട് ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക, അമ്മയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, എൻ്റെ അമ്മയോട് ക്ഷമിക്കുമെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു. അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു എന്നും പറഞ്ഞു. എന്ത് സാഹചര്യമാണ് അമ്മേ? ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അമ്മയുടെ ഒരു ഒറ്റ വാക്ക് പോരായിരുന്നു, തമ്പി എന്ന് പറയുന്ന ദുഷ്ടൻ ജയിലിലാവാനെന്നൊക്കെ നിരഞ്ജന ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിന് അമ്മയ്ക്ക് അമ്മയുടേതായ കാരണങ്ങളുണ്ട് മോളെ. ഒരിക്കലും ജാനകി അത് അറിയാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. എന്നിട്ട് നിരഞ്ജനയോടും അമ്മ തൻ്റെ നിസ്സഹായ അവസ്ഥകൾ പറയുവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അമ്മ തമ്പിക്ക് അനുകൂലമായി അവിടെ മൊഴി കൊടുത്തത്, കേസ് ഇല്ല എന്ന് പറഞ്ഞതെന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ ഈ പറയുന്ന നിരഞ്ജനോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിരഞ്ജനയ്ക്കും സഹിച്ചില്ല. നിരഞ്ജന എന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഒറ്റ കരച്ചിലായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ തെറ്റിദ്ധരിച്ചല്ലോ എന്നും പറഞ്ഞു, എന്നോട് ക്ഷമിക്കാം അമ്മയെന്നും പറഞ്ഞു. അങ്ങനെ അമ്മയും മോളും കൂടി സംസാരിച്ചു. അതിനുശേഷം ജാനകി ഒരു കാരണവശാലും ഇതൊന്നും അറിയാൻ പാടില്ല എന്ന് അടിവര ഇട്ടുകൊണ്ട് പറയുകയും ചെയ്തു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് രണ്ടുപേരും കൂടെ ഒരു ധാരണയിലെത്തി. എന്നിട്ട് നിരഞ്ജന നേരെ അഭിയെയും ജാനകിയെയും കാണാനായിട്ട് പോവുക കേട്ടോ. അവിടെ ചെന്നപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ തമ്പിയെ പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് അനിയത്തിയെ കണ്ടതും ഭയങ്കര സന്തോഷത്തോടു കൂടി അഭിയും ജാനകിയും എഴുന്നേറ്റ് ചെന്നു. അപ്പോൾ മോളെ നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. നീ അമ്മയെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ അമ്മയെ കണ്ടു, അമ്മയോട് ഞാൻ ചോദിച്ചു ഏട്ടത്തി, പക്ഷേ അതിനൊന്നും അമ്മയ്ക്ക് മറുപടിയില്ല എന്നൊക്കെ പറയാം. പക്ഷേ അമ്മ എന്തിനെയോ ഭയക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് അമ്മ അങ്ങനെ ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ജാനകിയും എന്തൊക്കെയോ സംശയത്തിൻ്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. ഞാനിപ്പോൾ വന്നത് അതിനെപ്പറ്റി സംസാരിക്കാനൊന്നും അല്ല എന്ന് നിരഞ്ജന എന്നിട്ട് ഇവരോട് പറഞ്ഞു. എന്താ മോളെ കാര്യം, നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളോട് പറയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഈ അളകാപുരിയിൽ പിടിച്ചു നിന്നത് എൻ്റെ ഏട്ടനെയും ഏട്ടത്തിയെയും വിചാരിച്ചാണെന്നും ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റം വരെ എൻ്റെ ഏട്ടനും ഏട്ടത്തി എൻ്റെ കൂടെ ഉണ്ടാവണമെന്നൊക്കെ പറയുവാണ് നിരഞ്ജന. അപ്പോൾ അത് കേട്ടപ്പം നിനക്കെന്താ അതിൽ വലിയ സംശയം ഉണ്ടോ എന്ന് അഭി ചോദിച്ചു. ഈ ആയുസ് മുഴുവനും നിൻ്റെ ഏട്ടനും ഏട്ടത്തിയായിട്ട് ഈ അഭിയും ജാനകിയും കാണില്ലേ മോളെ എന്ന് ചോദിച്ചു. അതെനിക്കറിയാം, എങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് ബോധിപ്പിക്കേണ്ട രണ്ട് പേര് മാത്രമേ ഉള്ളൂ. അത് അഭിയേട്ടനും ജാനിയേട്ടത്തിയും മാത്രമാണ്. നിങ്ങളോട് രണ്ടുപേരോടുമാണ് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ളൂ എന്നും പറഞ്ഞു. നീ എന്താ ഉദ്ദേശിക്കുന്നത്, നീ കാര്യം പറയാൻ പറഞ്ഞ നേരം അഭി എന്താ മോളെ നിൻ്റെ മനസ്സിൽ എന്താണെന്ന് ജാനകിയും ചോദിച്ചു. അത് പിന്നെ ഞാൻ ഇനിയും ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഏട്ടത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക. അവർക്ക് രണ്ടുപേർക്കും നിരഞ്ജന പറയുന്നതിനെ പറ്റി വലിയ ധാരണയൊന്നും കിട്ടുന്നുമില്ല. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക, നീ എന്തിനെ പറ്റിയാണ് പറയുന്നത്, നീ എന്താ ആലോചിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അത് പിന്നെ ഞാൻ ഡിവോഴ്സിനെ പറ്റി ആലോചിക്കാൻ പോവാണ് എന്ന് നിരഞ്ജന ഇവരോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അഭിയും ജാനകിയും ഒന്ന് ഞെട്ടി. അപ്പോൾ ഇനിയും ഞാനിങ്ങനെ ഈ കോമാളി വേഷം കെട്ടി തുടരുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നും ഇത്രയും നാൾ എനിക്ക് അളകാപുരിയിൽ പിടിച്ചു നിൽക്കാനൊരു കാരണം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ കാരണവും അവസാനിച്ചു, ഇനി എനിക്ക് സ്ഥാനമില്ലാത്തടുത്ത് ഒരിക്കലും കടിച്ചു തൂങ്ങിക്കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭിയും ജാനകിയും ഒന്നും ഞെട്ടി. അപ്പോൾ ജാനകി മോളെ അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ജാനകിയെടുത്ത് നോക്കണ്ട എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ പിന്നെ അവർക്ക് രണ്ടുപേർക്കും നിരഞ്ജനോടൊന്നും പറയാനില്ല. നിരഞ്ജന ഓരോരോ കാര്യങ്ങൾ ഇവരുടെ മുന്നിൽ നിരത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒന്നും പറയാനില്ല. നിരഞ്ജനയെ ഒന്ന് പിന്തിരിപ്പിക്കാൻ, അല്ലെ മോളെ അങ്ങനെയല്ല ഇങ്ങനെ ഒന്ന് ചെയ്യുക എന്ന് പറയാൻ പോലും ഒരു സാഹചര്യം അവർക്ക് രണ്ടുപേർക്കും ഇല്ല. കാരണം അത്രത്തോളം ശരികൾ മുഴുവനും നിരഞ്ജനയുടെ ഭാഗത്തും തെറ്റുകൾ മുഴുവൻ അജയുടെ ഭാഗത്തുമാണ്. ഇനിയും അജയുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഭാര്യാവേഷം കെട്ടി നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഡിവോഴ്സിന് മുൻതൂക്കം കൊടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞു, തയ്യാറാകാൻ പോവുകയാണെന്നും പറഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ആർക്കും നിന്നോടൊന്നും പറയാനുള്ള അവകാശമില്ലെന്ന് ഞങ്ങൾക്കറിയാം, നിൻ്റെ തീരുമാനം എന്തോ അതങ്ങനെ തന്നെ നടന്നോട്ടെ എന്നും നമ്മുടെ അഭിയും പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നിരഞ്ജന അവിടെ നിന്ന് അങ്ങ് പോയി. നിരഞ്ജന പോയി കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ജാനകിയും അഭിയും സംസാരിക്കുക. അപ്പോൾ ജാനകിക്ക് ഭയങ്കര സങ്കടം, നിരഞ്ജന ഡിവോഴ്സ് വാങ്ങി പോകുകയാണല്ലോ എന്നുള്ളൊരിത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവളെ നമുക്കൊരിക്കലും തെറ്റു പറയാൻ പറ്റില്ല, അവളെടുത്തൊരു തീരുമാനം അത് തന്നെയാകും ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭിയും പറയുക കേട്ടോ ജാനകിയോട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപർണ നേരെ പോകുന്ന തമ്പിയെ കാണാനായിട്ട് അളകാപുരിയിൽ നിന്ന്. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മോളെ കണ്ടതും മോൾക്ക് ഭയങ്കര ഒരു ടെൻഷനോ അല്ലെങ്കിൽ മുഖത്തൊരു സന്തോഷമില്ലായ്മയൊക്കെയാണ്. തമ്പി അവിടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം അളകാപുരിയിലെ വിശേഷങ്ങളൊക്കെ തമ്പി ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടുകൂടി ചോദിക്കുന്നു. അതുപോലെ തന്നെ രാധാമണി വാരസ്യാർ എന്തെടുക്കുന്നു മോളെ എന്ന് ചോദിക്കുമ്പം അവരവിടെ ഉണ്ട്. അവരോട് ഞാൻ നമ്മുടെ വിജയത്തെപ്പറ്റി പറയാൻ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇനിയും അവർക്ക് പല കാര്യങ്ങളും ഓർക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അച്ഛാ.
ജഡ്ജിയോടൊന്നും ഓർക്കുന്നില്ല എന്നവർ പറഞ്ഞു. ഇനിയും അവർക്ക് ഓരോന്ന് ഓർക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മുടെ വിജയം അവരുടെ ഔദാര്യമാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് എന്ന കാര്യം ജാനകി ഇങ്ങനെ പറയുമ്പോൾ, പിന്നെ അവളുടെ ഒരു ഔദാര്യം, നിന്നെ ചോടിപ്പിക്കാൻ വേണ്ടി അവൾ ചുമ്മാ പറയുന്നതാ മോളെ, നീ അതൊന്നും കേട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമേ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ മകളെ വഴി തിരിച്ചുവിടാൻ നോക്കുക. മകളാരാ പൊന്നുമോള്, ഒരു കാര്യം ഉദ്ദേശിച്ച് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടല്ലേ അപർണ തിരിച്ചു കയറത്തുള്ളൂ. അപർണ അങ്ങനെ തന്നെ തമ്പിയുടെ മുന്നിൽ നിൽക്കുന്നു. അല്ല അച്ഛാ, അവർ അത്രയ്ക്ക് ധൈര്യപൂർവ്വം അത് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കാര്യമില്ലേ എന്ന് അപർണ ചോദിക്കുക. തമ്പിയുടെ ചങ്കിടിക്കാൻ തുടങ്ങി, തമ്പിയുടെ കയ്യും കാലും വരയ്ക്കാൻ തുടങ്ങി. ഈശ്വരാ, മോളറിഞ്ഞോ എന്നൊരിത്. അല്ല അച്ഛൻ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്താടി മോളെ, അത് ഈ 25 വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ ഈ പറയുന്ന രാധാമണി വാരസ്യാരെ നേരിട്ട് അടുത്ത് കണ്ടിട്ടുണ്ടോ എന്ന് അപർണ ചോദിക്കുമ്പോൾ തമ്പി ഒന്ന് നടുങ്ങി. തമ്പിയുടെ കയ്യും കാലും വിറയ്ക്കുക. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നീ എന്താടി മോളെ ഇങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന. ശരി, പക്ഷേ അച്ഛൻ അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് ഉറപ്പാണോ എന്ന് ചോദിച്ചു. എടി മോളെ, ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയുന്നതിൽ എന്താ കുഴപ്പം? അച്ഛൻ അങ്ങനെ ഒരാളാണോടി മോളെ എന്നൊക്കെ ചോദിച്ചാൽ അച്ഛൻ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. എനിക്ക് എൻ്റെ അച്ഛനെ വിശ്വാസമാണ്, അച്ഛൻ പറയുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അപർണ എന്നിട്ട് അച്ഛൻ്റെ ഇതിൽ പറയാം. അത് കേട്ടപ്പോൾ തമ്പിക്കൊരു ആശ്വാസം. എന്തായാലും അപർണ ഇത് വിട്ടുകളയുന്ന ലക്ഷണമൊന്നുമില്ല. അപർണ ഇതിൻ്റെ പുറകെ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് അത്യുഗ്രൻ വിശേഷങ്ങളും പറഞ്ഞാൽ തീരാത്ത കഥാമുഹൂർത്തങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരുന്നുണ്ട്. എന്തായാലും ജാനകി തൻ്റെ ഏട്ടത്തിയാണെന്ന് അറിയുന്ന ആ ഒരു നിമിഷം, അപർണയുടെ ആ ഒരു പ്രകടനം അല്ലെങ്കിൽ അപർണയുടെ ഒരു അവസ്ഥ അത് കാണണമെന്ന് അതിയായ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കാണാൻ കഴിയട്ടെ എന്നുള്ള ആ ഒരു ഇതോടുകൂടി നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും തരുന്ന സ്നേഹത്തിന് ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ വീണ്ടും അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റ, സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, നന്ദി.